ദൂരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൻ നോവിന്റെ കിളുന്തുകൾ വിരിയാൻ തുടങ്ങവേ. ശരി ശരി ശരി. എന്തിനാ വിളിച്ചത്? കിട്ടി. കിട്ടിയോ? ആ, എന്തോന്ന് കിട്ടി? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവസാനത്തെ വരെ കിട്ടിയില്ലെന്ന്. അത് കിട്ടി. കേക്കണം. ദൂരയായിരുന്നില്ലേ നീ അന്നും എൻ മൗനത്തിൻ നോവിന്റെ കിളുന്നുകൾ വിരിയാൻ തുടങ്ങവേ നടപ്പന്തലിരിക്കവേ. എന്താ, കൊള്ളാമോ? ഓ, വളരെ നന്നായിരിക്കുന്നു. ഒന്ന് എണീറ്റ് വരാമോ? ഊണ് വിളമ്പി വെച്ചിരിക്കുന്നു. നന്ദിനി ഉണ്ടോ? അവർക്ക് തിങ്കളാഴ്ചയല്ലേ? ഓ, വന്നാട്ടെ. നടപ്പന്തലിരിക്കവേ. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. എന്തോ അഭാവം? ഇപ്പോഴത്തെ ഭാവമാണ് അറിയുന്നത്. അത്താഴം ഉള്ള ഭാവം. ഞാൻ അതല്ല ചോദിച്ചത്. അച്ഛൻ 24 മണിക്കൂർ നേരവും കവിത എഴുത്തും മോക്ക് 48 മണിക്കൂർ നേരവും പുസ്തക വായന ആയാൽ എന്താ സ്ഥിതി? എന്താ സ്ഥിതി എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. ആ സാമ്പാർ കുറച്ചും കൂടി കൊണ്ടെടുക്കും. ആ പപ്പടവും. അല്ല, അവക്ക് വയസ്സ് എത്രയെന്നറിയാമോ? അതെന്നെക്കാൾ കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ? 18 കഴിഞ്ഞു. ഇനിയെങ്കിലും എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കാൻ? അവൾക്ക് വയസ്സ് 18 ആയുള്ളൂ. അവൾ വല്ല 4 അക്ഷരം കൂടുതൽ പഠിച്ചുകൊണ്ട് വല്ല തകരാറുണ്ടോ? പഠിപ്പിച്ച് കളക്ടറാക്കാനാണോ ഭാവം? അവൾക്കായാലെന്താടി? ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്താ ആവാൻ പാടില്ലാത്തത്? അച്ഛന്റെ ഈ വാത്സല്യം കാരണമേ മോക്ക് അരി വാർക്കാൻ പോലും അറിയില്ല. ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോ അറിയും. അവക്ക് അരി വാർക്കാൻ അറിയാൻ മേലെങ്കിലേ അരി വാർക്കാൻ അറിയാവുന്ന 1000 വേലക്കാരെ കിട്ടും കാശ് കൊടുത്താൽ. നീ വെറുതെ എന്റെ മോളെ അങ്ങ് അപകീർത്തിപ്പെടുത്താതെ എന്റെ ശാരി. ഞാനൊരു കാര്യം പറയാന്ന് വിചാരിച്ചാ ഇത്രയും പറഞ്ഞത്. ഇത് ആമുഖമായിരുന്നോ? അപ്പൊ എന്താ കാര്യം? മോഹനും ദേവി വന്നിട്ടുണ്ടല്ലോ. അവൻ അവളുടെ മുറച്ചിരിക്കലാണല്ലോ. ആണ്. എല്ലാവർക്കും സമ്മതമുള്ള ബന്ധുവാണല്ലോ. അതെ. അവൻ ഇത്തവണ ദേവി കുറച്ച് അധികമുണ്ടെന്ന് കേട്ടു. അങ്ങനാണെങ്കിലേ മൂന്ന് മുമ്പ് അവന് നടത്തിയാലെന്താ? നടത്തികളെ എത്ര നിസ്സാരമായിട്ടൊന്ന് പറഞ്ഞു. നമ്മൾ നടത്തിയാൽ മതിയോ? എന്നെ സമ്മതിക്കണ്ടേ? എന്താ കാര്യം? ഞാൻ ഇന്ന് അവളോട് സംസാരിച്ചു. അവൾക്ക് കല്യാണത്തിനൊന്നും വേണ്ടെന്ന്. എന്റെ ശാരി, നീ ഇത് കേട്ടങ്ങ് പരിഭവിച്ചാലോ? ലോകത്തിലെല്ലാ പെൺപിള്ളേരും പറയുന്ന വാചകം അവളും പറഞ്ഞേ ഉള്ളൂ. അതെ, എന്റെ അമ്മാവൻ വിവാഹാലോചനയുമായി നിന്റെ വീട്ടിൽ വന്നപ്പോ അന്ന് നീ പറഞ്ഞതും ഇതേ വാചകം തന്നെയാ. എന്നിട്ട് നിശ്ചയ സമയത്ത് നമ്മുടെ വിവാഹം നടന്നില്ലേ? നന്ദിനി ചേച്ചി ഉറങ്ങിയോ? ഉറങ്ങി. ഇത് ഓണക്കണോ? നന്ദിനി ചേച്ചി പുസ്തകം മാറാൻ തന്നിരുന്നു. ഇന്ന് വായനശാല ഒഴിവാ. പോ. നീക്ക് ആ ചെറുക്കനോട് ഇത്ര വിരോധം എന്താ? അവിടെ ഏതിന്റെ വായനശാലയിലെ പുസ്തകം മുഴുവൻ ഇവിടെ കൊണ്ട് തട്ടാൻ ഏറ്റവും പോലെ. നിനക്ക് ഈ അക്ഷരങ്ങളോട് ഇത്ര വിരോധം എന്താ? ആർക്കും വേണ്ടാത്ത ചൂട്. നല്ല പരമരസ്യം പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഊണി വെച്ചിട്ട് എണീറ്റാട്ടെ. ഇന്നലെ രാത്രി നിനക്ക് ചോറ് കിട്ടില്ലേ കുഞ്ഞിന്? ഇന്നലെ രാത്രി കുഞ്ഞിനൊക്കെ ചോറ് കൊടുത്തില്ലെന്ന്? ഞാൻ മറന്നുപോയി. കത്ത് തിരുന്നേരം ആഹാരം കൊടുത്തില്ലെന്ന് വെച്ച് ചത്തു പോത്തൊന്നുമില്ല. ഒന്ന് നോക്കി. ഒരു കാര്യമില്ലെങ്കിലും പാതി അവനെ ഉറക്കുകയും പിന്നെ എങ്ങനെ ആരോഗ്യം കാണുന്നു? വെറുതെ അല്ല, ഇന്നലെ എഴുതി 4 വരി കൂടി കേൾക്കണോ? നേരെ വിളിച്ചില്ല.
നിനക്ക് വിഷമിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി. രാവിലെ അമ്മയ്ക്ക് ദേഷ്യം കിട്ടിയിരുന്നു. ഇനി നന്ദി കുട്ടി കുളിക്കാൻ പോട്ടെ. നീ ഇന്നെന്താ വീട്ടിൽ വരാഞ്ഞത്? വീട്ടിൽ ഞാനും വീട്ടിൽ എന്തുമാത്രം കാത്തിരുന്നെന്നറിയാമോ? ഇന്നലെ അച്ഛൻ ഒരുപാട് പാർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. സമയം കിട്ടിയില്ല. അതെ, ഞാൻ പറഞ്ഞ പുസ്തകം വാങ്ങിയോ? അന്വേഷിച്ചത് വേറെ സ്ഥലമൊന്നുമില്ല. ഇയാൾ എഴുതുന്നത് ഇത്ര രസമാണോ? ഒറ്റ പുസ്തകത്തിൽ ഈ പകേണ്ട പുസ്തകമില്ല. ഒരു പക്ഷേ അടുത്ത ആഴ്ച വന്നേക്കെന്നാ പറഞ്ഞത്. ലത ഇന്ന് വൈകിട്ട് വരുമോ? അയ്യോ, ഇന്ന് വരാൻ ഒക്കത്തില്ല. ചേട്ടന് ഞാൻ വൈകുന്നേരം ചക്കവിൽ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചോട് പറഞ്ഞാൽ മതി നാളെ വരുമെന്ന്. അയ്യോ, സമയം ഒരുപാടായി. അക്കമണത്തിന്റെ ക്ലാസ്സാ. താമസം എന്നാൽ കോടതി ചാടും. പോട്ടെ. അമ്മാവനല്ലേ ഇങ്ങനെ കുട്ടി? ഇല്ല. അമ്മായിയോ? അവർ രണ്ടുപേരും കൂടെ വൈക്കത്തൊരു കല്യാണത്തിന് പോയിരിക്കുക. ഇങ്ങനെ കുട്ടി എന്താ എന്നോട് ഇരിക്കാൻ പറയാത്തത്? ഇരിക്കോ? ഇവിടെ ശരി. നന്ദിനിക്കുട്ടി എന്താ ഇന്നലെ അമ്പലത്തിൽ കണ്ടപ്പോ എന്നെ മൈൻഡ് ചെയ്യാറുന്നത്? ഞാൻ ഇന്നലെ വൈകുന്നേരം 30 പൈസയുടെ ബ്ലേഡ് വാങ്ങി സേവ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ മുന്നിൽ കുളിച്ച് അമ്പലത്തിൽ വന്നത് ദൈവത്തിനെ കാണണമെന്നല്ല. അല്ലെങ്കിലും പുള്ളിക്കാരനിൽ പണ്ടേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നന്ദിനിക്കുട്ടിയെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാനല്ലെന്ന് കരുതിയാണ്. നന്ദിനിക്കുട്ടി ലേശം പോലും മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് പോവാ. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാൻ? എനിക്കറിയില്ല. അമ്മയെ വെച്ചത്. ശരി, ഞാനും നോക്കട്ടെ. ഇന്ന് അധികം വെച്ചില്ലേ? നന്ദിനിക്കുട്ടി ഇപ്പോഴും എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. നന്ദിനിക്കുട്ടി എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? ഞാൻ വന്ന എന്തിനാണെന്ന് ചോദിച്ചൂടെ? എന്തിനാ? നന്ദിനിക്കുട്ടിക്ക് സ്വപ്നങ്ങൾ തരാൻ. പുസ്തകക്കടന്ന് ഇതിന്റെ വില ഞാൻ തരാം. ഇതിനേക്കാൾ 10 പൈസയെങ്കിലും കൂട്ടിത്തരണം, എങ്കിലല്ലേ ലാഭമുള്ളൂ. നന്ദിനിക്കുട്ടിക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് വാങ്ങി. നന്ദിനിക്കുട്ടിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം നേരിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇതൊന്നല്ല എന്ത്. നന്ദിനിക്കുട്ടി അച്ഛൻ വന്നു. ആ, താനെപ്പോ വന്നു? അമ്പലത്തിൽ വന്നതാ. അപ്പൊ കരുതി ഇങ്ങോട്ടൊന്ന് കയറാമെന്ന്. ഞാൻ ഇപ്പൊ വരാം. ഞങ്ങള് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരിക.
നന്ദിനിക്കുട്ടി പറഞ്ഞു. ആ നന്ദിനിക്കുട്ടി, ഇന്നാ ഈ ജാതി ചെയ്യ ഒന്ന് വെള്ളത്തിട്ട് വെച്ച് നാളെ അടുക്കളയിൽ പടിഞ്ഞാറ് വെച്ച് നടാം. മോഹനിനെ ഉണ്ടിട്ട് പോയാ പോരെ? വേണ്ടമായി, ഞാൻ അടുക്കളയൊക്കെ കയറി നോക്കി. ഇന്ന് അവിയലില്ല. അവിയലില്ല ഉണ്ണാൻ എനിക്ക് വിഷമോ? ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇന്നത്തെ കല്യാണ സദ്യക്ക് വിളമ്പിയ അവിയല് ബഹു വിശേഷമായിരുന്നു. ആ ചോറിന് മാത്രം സ്വല്പം വേവ് കുറവായിരുന്നു. അല്ലേടി? അതാ അതിന്റെ പാകം. മോഹന് ചായ കുടിച്ചോ? ഒന്നും വേണ്ടമായി, ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. നിൽക്കണോ? താൻ ഇത്ര ധൃതി പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ? തന്റെ ലീവ് എന്ന് വരെയുണ്ട്? 2 മാസത്തോളം ഉണ്ട്. പിന്നെ കവിത വായിക്കാറുണ്ടോ? ഉണ്ട്. അമ്മാവൻ എഴുതിയ 3 കവിതാസമാഹാരങ്ങളും ഞാൻ വായിച്ചു കൊടുത്തു. വലിയ വിലയാണ് അമ്മാവ ഇതെല്ലാം വാങ്ങിക്കാൻ. 4ാമതൊരെണ്ണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അതിൽ ഓർമ്മയുള്ളത് ചൊല്ലിക്കേൾപ്പിക്കാം. കാലം കാലടി വച്ചു വേഗമകലും നേരത്തും ഈ രഥ്യതൻ ഓരത്തോപനമോഹകന്യകളുമായി മേളിച്ചുമേവുന്നു ഞാൻ.